നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ക്വിക്ക് റീഡിംഗ് എടുക്കുന്നുണ്ട്. നാളേക്ക് ഇടാൻ പറ്റുമല്ലേന്ന് എനിക്കറിയില്ല, ബട്ട് എനിവേ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ: നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അകൽച്ച ഉണ്ടെങ്കിൽ, ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, നോ കോൺടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ഉണ്ടാവും ബട്ട് പേഴ്സൺ ഒരല്പം അകന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. എന്താണ് റീസൺ? നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിലുള്ള അകൽച്ച, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, റീസൺ. ഓക്കെ, ലെറ്റ്സ് സീ. എംപ്രസ്, 6 of Cups. ഓക്കെ, ഓക്കെ, വൗ. നിങ്ങളുടെ പേഴ്സൺ ജഗ്ലിംഗ് ആണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. ഓക്കെ, കൺഫ്യൂഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതായത് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മിസ്സിങ് എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. 6 of Cups ഉണ്ട്, സ്റ്റാർ കാർഡ് ഉണ്ട്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും അകന്നിട്ടുണ്ടെങ്കിലും മറന്നു എന്ന് ഒരിക്കലും കരുതണ്ട. ഓക്കെ, മറന്നിട്ടില്ല, നിങ്ങൾ അവരെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അവർ തരുന്ന സ്ഥാനം ഓക്കെ ഒരു എംപ്രസിന്റെ സ്ഥാനമാണ് എന്നും പറയാം. ഓക്കെ, പക്ഷേ ഇവിടെ എംപ്രസ് എംപറർ ഒന്നിച്ച് വന്നതുകൊണ്ട് ഇതിൽ വേറൊരു രീതിയിൽ എടുക്കാം. ദാറ്റ് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം എന്തുകൊണ്ട് അത് ഞാൻ നോക്കാം. അല്ലാത്തവർക്ക് നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷൻ, ഡൈവേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരമൊക്കെ നടക്കണു, മാറി നിൽക്കുന്നു, പേഴ്സൺ ഹസ്ബൻഡ് ഓർ വൈഫ് മാറി നിൽക്കുന്നു എന്നാണെങ്കിൽ അതിനുള്ള റീസൺ ഹോൾഡ് ബാക്ക് കാണുന്നുണ്ട് എനിക്ക്. പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ എടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറൊരു സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് യെസ് മാരീഡ് തന്നെയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു കാർഡ് ഇവിടെ ഉണ്ട്, എനർജി മാരീഡ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ. സോ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർ മേലെ ഉണ്ട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, പക്ഷേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാരീഡ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി സിറ്റുവേഷൻ ക്ലിയർ ആയി. ബട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ ക്ലിയർ ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ ക്ലിയർ ആണ്. അവർ ഈ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ആഗ്രഹിക്കുന്നു എന്നുമാണ്. ഓക്കെ, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അവരെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവാണ്. ഓക്കെ, കാരണം അവർ രണ്ട് സിറ്റുവേഷൻ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ജോലി, കരിയർ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ലൈക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അവരെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം ഉള്ളിലുണ്ടായിട്ടും അവരതിനെ അടക്കി വെക്കുകയാണ്. കുറച്ച് പേർക്ക് ഈഗോ ഉണ്ട്, ഡെഫിനറ്റ്ലി ഈഗോ ഉള്ള പേഴ്സൺ എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ അവരെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അതായത് സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, ഞാൻ നമ്മളൊരു കുടുംബത്തിനെ നോക്കേണ്ട വ്യക്തിയാണ്, ഞാൻ കുടുംബത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അത് തെറ്റിച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം, കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുക്കാം. എന്തുകൊണ്ടാണ് റീസൺ? ഒരു റീസൺ നമുക്ക് കിട്ടി, ഞാൻ ഒന്നുകൂടി വേറെ എന്തെങ്കിലും. അഗൈൻ 2 വന്നിട്ടുണ്ട്. സോ യെസ്, അഗൈൻ 4 of Cups. ഓക്കെ, 9 of Cups. അവർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അവർക്ക് വേണം, അവർക്ക് നിങ്ങൾ തന്നെയാണ് അവരെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹങ്ങളൊക്കെ അവർ ഉള്ളിൽ അടക്കി വെച്ചിട്ടിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ 2 ചോയ്സ് ഉണ്ട് അവരുടെ മുമ്പിൽ. ഓക്കെ, 2 വീണ്ടും വന്നിട്ടുണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്ന് മേ ബി പാരൻസ് പറഞ്ഞു വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചുമതലകളോ കാര്യങ്ങളോ അവർക്കുണ്ട്. അങ്ങനെ ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോന്ന്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, എന്താ ചെയ്യുക എന്ന രീതിക്ക് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് വേറെ ഒന്നിലും താല്പര്യമൊന്നുമില്ല. ഓക്കെ, അവർക്ക് വേറെ ഇപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒന്നിലും താല്പര്യമില്ല. അവർക്ക് നിങ്ങളാണ് അവരെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. അവർ മറ്റൊന്നിലും ഇൻട്രസ്റ്റഡ് ഒന്നും അല്ല. ഓക്കെ, മേ ബി യെസ് ഇൻവോൾവ് ആയിരിക്കാം എന്തെങ്കിലും, മാരീഡ് ആണെങ്കിലും അല്ല വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാവാം. ബട്ട് എന്നാലും അതിനേക്കാൾ കൂടുതൽ അവരെ ഒരിഷ്ടം അല്ലെങ്കിൽ ഒരു വിഷ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതും നമുക്ക് ക്ലിയർ ആണ് ഇവിടെ. ഓക്കെ, കുറച്ചുകൂടി ക്ലാരിറ്റി പ്ലീസ്. Why are they distant? Again, 5 air, 4,
നോ ഡൗട്ട്. ഓക്കെ, എനിക്ക് നോ ഡൗട്ട് എനിക്ക് പറയാൻ ഇവിടെ അതേ ഇല്ല. ഫാമിലി തന്നെയാണ് മെയിൻ റീസൺ. ഓക്കെ, ഫാമിലി അതിപ്പോൾ ആരും ആവാം. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ, പാരൻസ് തടസ്സം, റിലീജിയൻ വേറെ, വോട്ട് എവർ, എന്തൊക്കെ നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ കണക്കാക്കിക്കോളൂ. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, എല്ലാവർക്കും ഒരേതാവില്ല. ബട്ട് ഇവിടെ നിങ്ങളെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് ഒരുപാട് മനസ്സിലൊരു വിഷമമുണ്ട്. ഓക്കെ, റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ ഇവിടെ മാരേജ് എനർജി വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ തോന്നുന്നത്, അതായത് നിങ്ങളുടെ അടുത്ത് ഇനി വന്നാലും നിങ്ങൾ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് മേ ബി നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഇവിടെ മാത്രമല്ല, ഇതൊരു അഗൈൻ ഒരു മാരേജ് എനർജി വീണ്ടും വരുന്നുണ്ട്. അഗൈൻ മാരേജിന്റെ കാർഡ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ എനിക്കൊരു വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചതായിട്ടും കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാതെ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. സോ അങ്ങനെ ഒരു എനർജി ഉണ്ട്. ഫാമിലി തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ളത്. ഫാമിലി എനർജിയാണ്, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ബന്ധം, അങ്ങനെ രീതിയിൽ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പാരൻസ് ആവാം. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് എന്താ പ്രതീക്ഷിക്കാൻ പറ്റാന്ന് നോക്കാം. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ ഒരു കാര്യം ചെയ്യാം. നിങ്ങളോടുള്ള ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താ നോക്കാം. മനസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു, സ്റ്റാർ ആൻഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഓക്കെ, നിങ്ങളോടുള്ള ഡീപ്പസ്റ്റ് അവരുടെ ഫീലിങ്സ് എന്താണ്? ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ്. ഓക്കെ, നിങ്ങളെ അവർ കാണുന്നത് ശരിക്കും അവർക്കൊരു മാരേജിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് ആലോചിക്കുമ്പോൾ, ആ രീതിക്ക് അവർ നിങ്ങളെ കാണുന്നത് ശരിക്കും അതിന് പറ്റിയ ഒരു വ്യക്തി എന്നാണ്. ഓക്കെ, അവരിപ്പോൾ ഉള്ള മാരേജ് ആണെങ്കിലും അവർ അതിൽ ഹാപ്പി അല്ല എന്ന രീതിക്കാണ്. സോറി, ഞാനത് പറയാൻ പാടില്ല. ബട്ട് കാണുന്ന അങ്ങനെയാണ്, കാർഡ്സ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അവർ അതായത് മനസ്സുകൊണ്ട് അതിൽ ഇൻവോൾവ് അല്ല എന്നാണ്. ഓക്കെ, പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സാണ് ചോദിച്ചത്. നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, ഇമോഷണൽ ഫീലിങ്സ്, അറ്റാച്ച്മെന്റ് നിങ്ങളോടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെനിക്കിൾസ് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റഡി ആയിട്ട്, സ്റ്റേബിളായിട്ട് മുന്നോട്ട് വേണം എന്നവർ ആഗ്രഹമുണ്ട്. ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ ക്വീൻ ഓഫ് പെനിക്കിൾസ് കാണുന്നുണ്ട്. സോ ഒരു ഓഫറുമായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് നിങ്ങളെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അഗൈൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 2 എന്നുള്ള കാര്യം, അതായത് വേറെ ഒരു സിറ്റുവേഷൻ ആണ് ബ്ലോക്കേജ്. കുറച്ച് കാർഡ്സ് ഇതിൽ നിന്ന് കൂടി എടുത്തേക്കാം. സെയിം കാർഡ്സേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം. ക്യൂപിഡ്സ് ആരോ, കോഫിൻ, ലവ്, സെൽഫ് ഇൻഡൽജൻസ് ആൻഡ് സോൾമേറ്റ്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും വേണോ? ഓക്കെ, സോ ഇവിടെ പറയുന്നത് ക്യൂപിഡ്സ് ആരോ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളോട് ഹാവ് ഫെയ്ത്ത്, ലവ് ഇസ് കമ്മിങ്, സർപ്രൈസ് ഇൻവിറ്റേഷൻ. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പെട്ടെന്ന് വിളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, കാണാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർക്ക് ആ ഫീലിങ്സ് അവരുടെ ഉള്ളിൽ, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതേ ഇതായിട്ട് എനർജി ആയിട്ട് എടുക്കാം നമുക്ക്. ഫീലിങ്സ് അവർക്ക് ഒരുപാട് ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും എന്നാണ്. ഓക്കെ, അവർ നിങ്ങളെ കാണാനോ മീറ്റ് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. സോ അവർ റിലേഷൻഷിപ്പ് ഒരിക്കലും വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ സിറ്റുവേഷൻ വീണ്ടും സ്റ്റാർട്ട് ആവും എന്നാണ് ഇവിടെ. ഓക്കെ, അതിനിവിടെ ലവ് ഉണ്ട്, അൺകണ്ടീഷണൽ ലവ്, സെൽഫ് ലവ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് ഒരു കാര്യം അഡ്വൈസ് ഇവിടെ പറയുന്നുണ്ട്. സെൽഫ് വർത്ത് ആൻഡ് വാല്യൂ, ടൈം ടു ഹീൽ, ഷാഡോ വർക്ക്, സെൽഫ് അപ്രിസിയേഷൻ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ പേഴ്സണിനെ ചേസ് ചെയ്യാതിരിക്കുക. അതെല്ലാ തവണയും ഞാൻ പറയുന്ന കാര്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പേഴ്സൺ ഇപ്പോൾ സപ്പോസ് വേറൊരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെത്രത്തോളം നിങ്ങളുടെ അടുത്തേക്ക് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച്, വേണ്ടാന്ന് വെക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ യെസ് ഫൈൻ, ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ വിഷമിക്കാനും വേദനിക്കാനും ഇടവരരുത്. അത് നിങ്ങൾ ചിന്തിക്കുക. എനിവേ, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇത് എവിടെയും പോകാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. നിങ്ങൾ വിടാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പോവില്ല. ഓക്കെ, കാരണം അത് അങ്ങനെയാണ്, ആ ബന്ധങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അതിന് നിങ്ങൾ വേദന ഇല്ലാത്ത തരത്തിൽ, ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കും. അവർ
അവർക്ക് സാധിച്ചാൽ നിങ്ങളുമായിട്ടൊരു ബന്ധം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതിന് ചേസ് ചെയ്യാൻ പോകരുത്. പക്ഷെ ഒരിക്കലും ഓക്കെ നിങ്ങളുടെ വാല്യൂ കളഞ്ഞ് നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്. അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ഇത് എവിടെയും വിട്ടൊന്നും പോകില്ല. നിങ്ങളൊരു എൻഡിങ് എന്ന രീതിക്ക് ഒരിക്കലും കണക്കാക്കണ്ട. ഈ എൻഡിങ്സ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അത് വീണ്ടും കറങ്ങി തിരിച്ച് വരും, പേടിക്കണ്ട. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.